ഹലോ, എല്ലാവർക്കും ഷെയ്മാസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് സെയിലുള്ള ഒരു സോപ്പിന്റെ വീഡിയോയാണ് ഇത്. ഒരുപാട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, പക്ഷെ ഒരേ ടൈമിന് നമുക്ക് ഇതിന്റെ ഓർഡറുകൾ ഒരു ഗോട്ട് മിൽക്ക് ആയാലും ശംഖുപുഷ്പം ആയാലും ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് ഇതിപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. കാരണം വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് കണ്ടാലോ. ഞാനിപ്പം ഡ്രൈ ഫ്ലവറും അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള ജെല്ലുമാണ് എടുത്തിരിക്കുന്നത്. അലോവേരയുടെ ഫ്രഷ് ജെല്ലുമാണ് എടുത്തിരിക്കുന്നത്. ഒരു ലീഫിന്റെ ജെല്ല് എടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈ ഫ്ലവർ അത് നമുക്ക് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ നല്ല നീല കളർ കിട്ടും. അതല്ലെങ്കിൽ ഇതുപോലെ ഫ്രഷ് ആയിട്ട് നമുക്ക് ജെല്ലിന്റെ കൂടെ അരച്ചെടുക്കുകയും ചെയ്യാം. അപ്പം ആ അരച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഡ്രൈ ആയ ഫ്ലവർ ഇങ്ങനെ ജെല്ലിൻ്റെ കൂടെയൊക്കെ അരച്ചെടുത്താൽ ഏത് കളറിലാണ് കിട്ടുക എന്നുള്ളതൊക്കെ അപ്പം ഇതുമായിട്ട് അരച്ചെടുത്താൽ ഏത് കളറിലാണ് കിട്ടുക എന്നുള്ളതൊക്കെ ഒന്ന് നമുക്ക് കാണാം. അപ്പം ഞാൻ ഇന്ന് ഇവിടെ ഇപ്പോൾ എടുക്കുന്നത് എനിക്ക് ഗോട്ട് മിൽക്കിന്റെ സോപ്പ് ഉണ്ടാക്കണം, അതുപോലെ തന്നെ ഗ്ലിസറിൻ ബേസിൽ ഉണ്ടാക്കണം. രണ്ടും നമുക്ക് ഓർഡറുള്ള സാധനങ്ങളാണ്. ഓരോ ദിവസവും നമ്മളിവിടെ ചെയ്തു പോകുന്നത് 100 കണക്കിന് സോപ്പുകളാണ്. ഓരോ ദിവസവും 100 കണക്കിന് സോപ്പിനുള്ള ഓർഡറുകളാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഓരോ ദിവസവും ഡിസ്പാച്ച് ആവുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ സ്റ്റാറ്റസിൽ വെക്കാറുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു കളറിലാണ് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള നമ്മുടെ അലോവേര ജെല്ലിനകത്തോട്ട് ഡ്രൈ ഫ്ലവർ ഇട്ട് അരച്ചെടുത്തപ്പോൾ ജ്യൂസാക്കി എടുത്തപ്പോൾ കിട്ടിയേക്കുന്നത് കണ്ടോ. ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലാതെ തന്നെ ആ ഒരു അരച്ച അതേ രീതിയിൽ തന്നെ വേണമെങ്കിൽ സോപ്പിലേക്ക് ചേർക്കാം. പക്ഷേ ഞാൻ ഇങ്ങനെ അരിച്ചെടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രമാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ ആദ്യം തന്നെ ഗോട്ട് മിൽക്കിന്റെ സോപ്പാണ് ആദ്യം ഉണ്ടാക്കുന്നത്. ഗ്ലിസറിനും ചെയ്യണം, ഗോട്ട് മിൽക്കും ഉണ്ട്. അപ്പം നമ്മൾ ആദ്യം ഗോട്ട് മിൽക്കിന് വേണ്ടിയിട്ടുള്ള ജ്യൂസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ മെഷർമെന്റ് ഒന്ന് നിങ്ങൾ നോക്കുക. ഒരു 50 ഗ്രാമിന്റെ അടുത്ത് ജ്യൂസ് ചെയ്യാൻ എടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് വൈറ്റമിൻ ഇ ആണ് കൊടുക്കുന്നത്. ഒരു 4-5 ഡ്രോപ്സ് അല്ലെ ഒരു ഹാഫ് ടീസ്പൂൺ, ഒരു ഹാഫ് ടീസ്പൂൺ മതിയാവും. 1/2 കിലോയുടെ സോപ്പ് ബേസിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഗ്ലിസറിൻ ഒഴിച്ചിട്ടുണ്ട്, അതൊരു 2 സ്പൂണോളം എടുക്കുക. അതിനുശേഷം ഞാൻ 500 ഗ്രാമാണ് ഗോട്ട് മിൽക്കിന്റെ ബേസ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഡബിൾ ബോയിലിൽ തന്നെ ഇതൊന്ന് മെൽറ്റ് ആക്കണം. ഇത് ഒരുപാട് വീഡിയോസ് ഇട്ടത് കൊണ്ടാണ് ഇത് പെട്ടെന്ന് നിങ്ങളെ കാണിച്ചു പോകുന്നത്. അപ്പോൾ നല്ലപോലെ ബേസ് മെൽറ്റ് ആയി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് നമ്മുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടോ, കളർ ചേഞ്ച് ആവുന്നത് നിങ്ങൾ നോക്കുക. ഗോട്ട് മിൽക്കിലേക്ക് വന്നപ്പോൾ നമ്മൾ 500 ഗ്രാം സോപ്പ് ബേസിനകത്തേക്ക് 50 ഗ്രാം ഫ്രഷ് ജ്യൂസ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് മെസ്സേജ് അയക്കുന്നത് എനിക്ക് ഒരു 500ലേക്ക് എത്ര ഒഴിക്കണം അല്ലെങ്കിൽ 100ലേക്ക് എത്ര ഒഴിക്കണം എന്ന് പറഞ്ഞ് ഡെയിലി നമുക്ക് ഡൗട്ട് ചോദിച്ചുകൊണ്ട് മെസ്സേജുകൾ വരുന്നുണ്ട്. നിങ്ങൾ കാണേണ്ട ഒരൊറ്റ കാര്യം എന്ന് വെച്ചാൽ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അതിൽ എത്രത്തോളം നമ്മൾ ഇതിൽ ചേർക്കാൻ പറഞ്ഞോ അത് ചേർക്കുക. അത് നിങ്ങൾക്കിപ്പോൾ ചിലപ്പോൾ 1/2 കിലോ വേണ്ട, ഒരു 100 ഗ്രാം സോപ്പാ ചേർക്കേണ്ടതെന്നുണ്ടെങ്കിൽ അതിൽ ഡിവൈഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് മെൽറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഫ്രാഗ്രൻസ് ഓയിൽ ഒഴിച്ച് ഇനി മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇപ്പം 500 ഗ്രാം മോൾഡിലെടുത്തപ്പോൾ അത് 4 സോപ്പ് 400ൻ്റെ എടുത്ത് നമുക്ക് 2 സോപ്പ് 50 ഗ്രാമിൻ്റെ എടുക്കണമായിരുന്നു. അത് നമ്മൾ എന്ത് ചെയ്ത് ഈ ബേബി മോൾഡ് ഉണ്ടല്ലോ, ബേബി മോൾഡിൽ എടുത്തിട്ടുണ്ട്. കാരണം ബേബി സോപ്പിൻ്റെ ഇതേ സോപ്പിന് തന്നെ ബേബി മോൾഡിലും നമുക്ക് സോപ്പിന് ഓർഡർ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത് ഒരേ ടൈമിന് തന്നെ പല ഷേപ്പിലുള്ള സോപ്പുകൾ നമുക്ക് ഈ ഒരൊറ്റ ഇതിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. മോൾഡ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതൊരു 3 മണിക്കൂറത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മൾ 500 ഗ്രാം ഗ്ലിസറിൻ ബേസും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് ഇനി ഗ്ലിസറിൽ ചെയ്യുന്നതും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, ഡ്രൈ ഫ്ലവർ വെച്ചിട്ട് മോൾഡിൽ ഡ്രൈ ഫ്ലവർ വെക്കും സോപ്പിനുള്ളിൽ. അതിനുശേഷം ശംഖുപുഷ്പത്തിന്റെ ഈ ജ്യൂസ് ഒഴിച്ച് തന്നെ നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്നുണ്ട്. ഇത് തന്നെ ജെല്ലിട്ടിട്ട് നമ്മൾക്ക് ചെയ്യാം. ലൈറ്റ് കളർ മതി, കാരണം അതിനുള്ളിലുള്ള ഫ്ലവറിനെ നമുക്ക് കാണാൻ വേണ്ടിയിട്ടും ആ ഫ്ലവർ അതിനുള്ളിലുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഗുണം അതും നമുക്ക് കിട്ടിക്കോളും. അപ്പോൾ ഈ ഒരു സോപ്പാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ഓർഡർ വരുന്നത്. നമ്മൾ വൈറ്റമിൻ ഇ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ സോപ്പ് ഗ്ലിസറിൻ സോപ്പിനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഓർഡർ വരുന്നത്. അത് എപ്പോഴും നമ്മൾ വീഡിയോ ഇടുമ്പോൾ ഞാൻ പറയാറുണ്ട്, കസ്റ്റമർക്ക് ഇത് തന്നെ വേണമെന്നും പറഞ്ഞ് നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ഫ്ലവർ ഡ്രൈ ഫ്ലവർ ഈ സോപ്പിന്റെ മോൾഡിനകത്ത് ആദ്യം വെച്ചിട്ടാണ് നമ്മൾ ഈ സോപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു ഡ്രൈ ഫ്ലവർ ഉള്ള സോപ്പ് തന്നെ കസ്റ്റമർ അയക്കാൻ ശ്രദ്ധിക്കണമെന്നും പറഞ്ഞ് തന്നെ നമുക്ക് മെസ്സേജ് വരുന്നുണ്ട്. അതെല്ലാം നമ്മൾ ഫീഡ്ബാക്ക് ഓരോ ദിവസവും നമുക്ക് മറ്റുള്ള കസ്റ്റമർക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാറ്റസ് വെക്കാറുമുണ്ട്. അപ്പോൾ ഈ ഒരു സോപ്പാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഓരോ ദിവസവും ഓർഡർ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 100 കണക്കിന് സോപ്പ് ഇത് നമുക്ക് ഡെയിലി ചെയ്യേണ്ട ഒരു അവസ്ഥയിലാണ്. അവസ്ഥയെന്ന് വെച്ചാൽ നല്ല കാര്യമാണ്.
അപ്പം എല്ലാവരും ഇത് തന്നെ ചെയ്ത് നോക്കുക. കാരണം നിങ്ങൾക്ക് എല്ലാം ഉപകാരപ്പെടുന്നത് നല്ല രീതിയിൽ സെയിലാവുന്ന സോപ്പാണ്. ഇതിൽ നമ്മൾ ചെയ്ത രീതി അറിയാമല്ലോ. നമ്മൾ ഫ്രഷ് ശംഖുപുഷ്പ ഫ്ലവർ എടുക്കുക, അതിനകത്തേക്ക് ഫ്രഷ് ആയിട്ടുള്ള ജെല്ല് എടുക്കുക. അത് ഫ്രഷ് ജെല്ല് തന്നെ വേണമെന്നില്ല. നമ്മൾ ഷോപ്പുകളിൽ നിന്ന് വാങ്ങുന്നിടത്ത് അലോവേര ജെല്ലുണ്ടല്ലോ, പ്യുർ ജെല്ല്, ആ ജെല്ല് ആയാലും മതി. കാരണം ഫ്രഷ് ആകുമ്പോൾ നമുക്ക് കുറച്ച് നാളെ വീട്ടിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലായിരിക്കും ആൾക്കാരെല്ലാം എടുക്കുന്നത്. കണ്ടോ, ഒരു 3 മണിക്കൂറിന് ശേഷമാണ് നമ്മൾ ഈ മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മൾ 1/2 കിലോ വീതമാണ് നമ്മുടെ സോപ്പ് ബേസ് എടുത്തിട്ട് ഇത് ചെയ്തിരിക്കുന്നത് പെട്ടെന്ന് തന്നെ. ഇതിപ്പോൾ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ്, നമ്മൾ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടാണ് കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ 2 ഐറ്റവും കാണിച്ചു തന്നത്. സോപ്പ് നമുക്ക് ആ ദിവസം തന്നെ ഒരുപാട് സോപ്പ് ഉണ്ടാക്കേണ്ട ദിവസങ്ങളാണ് നമുക്കുള്ളത്. ഇപ്പോൾ സൺഡേ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മൺഡേയിലേക്ക് ഒരുപാട് സോപ്പ് കൊടുക്കണം. അന്ന് ഭയങ്കര തിരക്കാണ്. നമുക്ക് ഓർഡറുകൾ വരുന്ന എല്ലാം ഈ സാറ്റർഡേ സൺഡേ ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം സെറ്റാക്കി എടുക്കുക എന്ന് പറയുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടിലാണുള്ളത്. എന്നാലും നമ്മളതെല്ലാം സമയത്ത് എല്ലാവരുടെയും കൈകളിൽ എത്തിച്ചു കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഈ പാക്കിങ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പാക്കിങ് കാണിച്ചപ്പോൾ എല്ലാവരും ഈ ഒരു കവർ പാക്കിങ് മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ച്, അല്ല, ഇതിൻ്റെ പുറത്ത് നല്ല അടിപൊളിയായിട്ടുള്ള പെട്ടിയും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഓരോ സോപ്പും പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്കൊന്ന് പൗച്ചിൽ പഞ്ച് ചെയ്തിട്ട് വേണം ഇന്ന് പാക്കറ്റിലേക്ക് മാറ്റാൻ. തിരക്കുള്ള സമയത്ത് മാത്രമേ ഉള്ളൂ നമുക്ക് ചിലപ്പോൾ സ്റ്റിക്കർ ഒട്ടിച്ചെടുക്കാനൊക്കെയുള്ള ടൈം പോലും കിട്ടാത്ത അവസ്ഥകളുണ്ട്. കാരണം എല്ലാവരും അർജൻറ്റാണ്. ചിലപ്പോൾ ഗൾഫിലേക്ക് പോകുന്നവർക്ക് ഓർഡർ വരും, മറ്റുള്ള വിദേശത്തേക്കൊക്കെ പോകുന്നവരുടെ എല്ലാ ഓർഡറുകൾ വരുന്നുണ്ട്, ഖത്തറിലേക്ക്, അങ്ങനെയൊക്കെ പല സ്ഥലത്തേക്ക് നമുക്ക് ഓർഡറുകൾ വരും. ഇപ്പോൾ നേരിട്ട് തന്നെ വരുന്നുണ്ട്. കുവൈറ്റിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിക്കുന്നുണ്ട് നേരിട്ട് നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ. അപ്പോൾ എല്ലാവരുടെയും കൈകളിൽ എത്തിക്കാനുള്ള ശ്രമങ്ങളിലാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അധികം ഡിലേ ആക്കാതെ എല്ലാവർക്കും നമ്മുടെ പ്രോഡക്റ്റുകൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അതും അവർ തരുന്ന ഫീഡ്ബാക്ക് കൂടെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സ് നിറഞ്ഞു നിൽക്കുകയാണ്. നിങ്ങളെല്ലാം ഇതുപോലെ ഒരു കുഞ്ഞു സംരംഭം തുടങ്ങി വെക്കുക. എല്ലാവർക്കും സപ്പോർട്ട് ആവുന്ന രീതിയിലാണ് നമ്മുടെ ഈ ഒരു ചാനലുള്ളത്. വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ മാത്രമേ ഉള്ളൂ ആ ഒരു പ്രോഡക്റ്റ്, അത് സോപ്പാണോ ഷാമ്പു ആണോ എന്തോ ആയിക്കോട്ടെ, അത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. കാരണം ഒരു 8 മിനിറ്റ് 7 മിനിറ്റ് ഒക്കെയുള്ള സോപ്പിൻ്റെ വീഡിയോ ഇടുമ്പോൾ നമ്മളിതിനകത്ത് വീട്ടിലെ കുടുംബകാര്യങ്ങളോ മറ്റതൊന്നും അല്ല പറയുന്നത്, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഫുള്ളായിട്ട് കാണുക. വീഡിയോ നന്നായിട്ട് കണ്ട് നോട്ട് ചെയ്ത് വെക്കുക, അതേ രീതിയിൽ ചെയ്യുക. അപ്പം വീണ്ടും നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ഒരുപാട് വീഡിയോസായിട്ട് വരാം. നമുക്ക് ഹയാ ഓർഗാനിക് എന്നുള്ളൊരു ചാനൽ കൂടിയുണ്ട്. ഇതിൽ അപ്ലോഡ് ചെയ്യാത്ത വീഡിയോസ് അതിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി കാണുക. ഓക്കെ, ബൈ, താങ്ക്